അവിടെ ഒറിജിനൽ ഷൂസാണ്, യൂസ്ഡ് ഒന്നുമില്ല. നോക്കിയെടുക്കുക. ഇതൊക്കെ നല്ല ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയുടെ അഡാപ്റ്റർ ഇതിനകത്തുണ്ട്. കയ്യിലെടുത്തുകൊണ്ട് പോകണമെങ്കിൽ അത് ജസ്റ്റ് അതിനകത്ത് സ്പോഞ്ച് മാത്രമേ ഉള്ളൂ. ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഞാൻ ഇന്ന് കുവൈറ്റിലെ ഏറ്റവും വലിയ ലോക്കൽ മാർക്കറ്റായ സൂഖ് ജുമ അല്ലെങ്കിൽ ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റ് കാണാനാണ് പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. കുവൈറ്റിലെ ഏറ്റവും ലോക്കൽ മാർക്കറ്റാണ്. അതായത് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ലഭിക്കുന്ന ഒരു അടിപൊളി മാർക്കറ്റാണ്. ഒരുപാട് ഐറ്റംസ് നമ്മോട് ലഭിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നേരെ സൂഖ് ജുമ കാണാൻ പോകണം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഗായ്സ്, അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ അവിടെ എത്തി. നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷോയ്ക്ക് ലുലുവിൻ്റെ നേരെ സൈഡിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഷോയ്ക്ക് ലുലുവിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റ് വരുന്നത്. എന്തായാലും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, നല്ല തിരക്കാണ്. വ്യാഴം വെള്ളി ശനി ദിവസങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന സ്ഥലം, ഹോളിഡേയ്സിൽ ഓപ്പൺ ആക്കുന്നതും. പക്ഷേ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ചില ദിവസങ്ങളിൽ അല്ലാതെ ഓപ്പൺ ആക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. വ്യാഴം വെള്ളി ശനി പക്ക ഓപ്പണിംഗ് ആണ്. എന്തായാലും നമുക്ക് അധികം വൈകാതെ തന്നെ അകത്തോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ അകത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ടാണ് നല്ല തിരക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുവൈറ്റികളുടെ വീടിനകത്തൊക്കെ വെക്കുന്നത് പഴയ കാലത്തെ നമ്മുടെ ഗാവ ഒഴിക്കുന്ന കപ്പും, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വീടിനകത്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ഭംഗിക്കും അത് പഴയ കാലത്തിലെ സാധനങ്ങൾ മൊത്തം അതും മിനുക്കി തേച്ച് ആ രീതിയിൽ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ആ പരമ്പരാഗത രീതിയിലായിട്ടും ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഈ ഏരിയ മൊത്തം അതിൻ്റെ ഏരിയ. ഗായ്സ്, അത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ നമുക്ക് കാണുന്നതാണ് ഒരുപാട് ലൈറ്റുകൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, ക്യാമറയുടെ ലെൻസ് ഇതൊക്കെ വർക്ക് ചെയ്യുമോയെന്നൊക്കെ നിങ്ങളെല്ലാം നോക്കി വേണം എടുക്കാൻ. നമ്മുടെ പഴയ മോഡൽ ക്യാമറയൊക്കെ. ഇപ്പോൾ ഫോണുകൾ ഇരിക്കുന്നുണ്ട്. നമ്മുടെ പഴയ കാലത്തെ ഫോണുകളല്ല, ഒരുപാട് രീതിയിലുള്ള ഫോണുകളില്ല. ഇതൊക്കെ ചുമ്മാ ചിലതൊക്കെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ പല പേഴ്സുകൾ, കണ്ണാടി, വാച്ചൊക്കെ നമ്മൾ നോക്കി തന്നെ എടുക്കണം. ഇതിനകത്ത് നല്ലതുമുണ്ട്, ബ്രാൻഡഡ് സാധനങ്ങൾ കിട്ടും, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അവർ പറയും പിന്നെ നോക്കിയെടുക്കാൻ അറിയാവുന്നവർ നോക്കിയെടുത്താൽ നമുക്ക്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരുപാട് ഷൂസുണ്ട്. ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് ഷൂസാണ് കേട്ടോ, യൂസ്ഡ് വണ്ണാണ്. ഇതെല്ലാം യൂസ്ഡ് ഷൂസാണ്. യൂസ്ഡ് ആണെങ്കിലും ഇതിനകത്തെല്ലാം ബ്രാൻഡഡ് ഷൂസും ഒരുപാട് അവൈലബിൾ ഉണ്ട്. ഇതെല്ലാം യൂസ്ഡ് ഷൂസാണ് ഇരിക്കുന്നത്. ഇതിനകത്തെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അധികം യൂസ് ചെയ്യാത്ത നല്ല ഷൂസുകളാണ്.
എല്ലാം അധികമൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നല്ല തേച്ചൊക്കെ പോളിഷൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ തന്നെ വെച്ചേക്കുന്നത്. ഷൂവിൻ്റെ ഒരു മേള തന്നെയാണ് കേട്ടോ. ഒരുപാട് ഷൂസ് ഉണ്ട്. സൈസിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ചിലപ്പോൾ വരത്തുള്ളൂ. നിങ്ങളുടെ സൈസിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടണം എന്നില്ല. അതൊരു കുഴപ്പമാണ്. കാരണം ഇതെല്ലാം യൂസ്ഡ് ഷൂസ് ആയതുകൊണ്ട്. ഇതൊക്കെ പൂമാടെ ഒറിജിനൽ ഷൂസാണ്, യൂസ്ഡുമാണ്. അപ്പോൾ അങ്ങനെ ഷൂസിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ജാക്കറ്റുകളും ഷർട്ടുകളും ഒരുപാട് അവൈലബിൾ. പ്രൈസ് പറഞ്ഞ് മേടിക്കാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അവരൊരു വില പറയും, നമ്മളൊരു വില പറയും. നോക്കി എടുക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഒരുപാട് സൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ വേണ്ടിയ സൈസ് തപ്പി നമ്മൾ തന്നെ എടുക്കണം. അതിന് കുറച്ച് സമയം എടുക്കും. അതേ ഒരു പ്രശ്നമായിട്ടുള്ളൂ. പിന്നെ ചെന്ന് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. ബ്ലാങ്കറ്റുകൾ എല്ലാം സെക്കൻഡ് ഹാൻഡാണ്. പിന്നെ ഇവിടെ മൊത്തം പെൺപിള്ളേരുടെ സ്ത്രീകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം ഒരുപാടുണ്ട്. എല്ലാം വലിച്ച് വാരി ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഞാൻ നല്ലതൊക്കെ നോക്കി എടുക്കണം. ഡ്രസ്സുകളാണെങ്കിലും ജാക്കറ്റുകളാണെങ്കിലും ഒരുപാടുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ നോക്കി നിന്ന് എടുക്കണം. പെർഫ്യൂമാണ്. ഹാങ്ങറൊക്കെ കണ്ടോ? റെഡ് ടാഗിൻ്റെ ഹാങ്ങർ. $24 ഹാങ്ങർ. നല്ല സാധനങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ട്. പക്ഷെ നോക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ജീൻസ് ആണെങ്കിലും ഒരുപാടുണ്ട്. സൈസ് നോക്കി എടുത്താൽ കിട്ടും. ഇതൊക്കെ ലോക്കൽ ഡ്രസ്സുകളാണ്. ഇതിനൊക്കെ ഇടയ്ക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഇതും കിടപ്പുണ്ട്. അങ്ങനെ ഒരു ഇത് മാത്രം കഴിഞ്ഞുള്ളൂ. അതായത് ഇങ്ങനെ ഓരോ ടെൻറ്റ് പോലെ കെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ട് ഓരോ ഏരിയ ആയിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഏരിയ മാത്രമേ ഇപ്പോൾ ഞാൻ അത് കഴിഞ്ഞു. അതിനകത്ത് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അതുപോലെ 1, 2, 3, 4, 5, 6, 7 സ്പേസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഒരെണ്ണം നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയുള്ളതാണ് ടോയ്സ് സെക്ഷനും ഇലക്ട്രോണിക് സെക്ഷനും. ഇലക്ട്രോണിക് സെക്ഷനാണ്. ഡ്രില്ലൊക്കെ ഇതൊക്കെ ഇതെല്ലാം യൂസ്ഡും ഉണ്ട്, പുതിയതും ഉണ്ട്. എല്ലാം നോക്കി മേടിക്കുക എന്നല്ലാതെ ഓപ്ഷനൊന്നുമില്ല. കാരണം ഇതൊക്കെ വർക്ക് ചെയ്തൊക്കെ നോക്കണം. നാളെ വർക്ക് ചെയ്യുമോന്നൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് ചീപ്പ് റേറ്റിന് നമുക്ക് സാധനം കിട്ടും കേട്ടോ. നമുക്ക് ഇവരോട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറച്ച് സാധനം കിട്ടും.
ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് ഒരുപാടാണ്. ചാർജിങ് കേബിളൊക്കെ ഒരുപാട് കേബിളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ഇതൊക്കെ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്തില്ല മേടിക്കാൻ. കാരണം അതുപോലെ യൂസ് ഇല്ലാത്ത സാധനമായിരിക്കും. പക്ഷെ അത് നോക്കിയെടുക്കണം, ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ കുട്ടികൾക്കുള്ള സൈക്കിള്, പിന്നെ അങ്ങനെ കുറേ കളിപ്പാട്ടങ്ങൾ ഉള്ള ഉണ്ട് ഇതിനകത്ത്. ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് അന്ന് ഒരുപാട് കൂട്ടിയിട്ടിരിക്കും. ഇതൊക്കെ പുതിയ ട്രിമ്മറുകളാണ് കേട്ടോ. എല്ലാം പക്ഷേ കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ്. സെയിം സാധനം നമുക്ക് പുറത്തും അവൈലബിൾ ആണ്. പക്ഷേ നോക്കിയെടുക്കണം, എല്ലാം വർക്ക് ചെയ്തൊക്കെ നോക്കിയെടുക്കും. കുഴപ്പമില്ല, അതൊക്കെ നല്ല പുതിയ സാധനങ്ങൾ. പവർ ബാങ്ക് ആണ് നമ്മുടെ സാംസങ്ങിൻ്റെ. ഇതൊക്കെ വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യത്തിലെ സംശയമുള്ളൂ. ഫോണാകുന്നില്ല. നല്ല ട്രിമ്മറാണ്, പുതിയൊരു മോഡൽ ട്രിമ്മറാണ്. വില പേശി മേടിക്കും. എവിടെയാ പോകണ്ടേ, എങ്ങോട്ടാ പോകണ്ടേ എന്നറിയാൻ വയ്യാതാണ് നടക്കുന്നത്. അതുപോലെ ഇതെല്ലാം ലേഡീസിൻ്റെ കോസ്മെറ്റിക് ഐറ്റം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ക്രീമുകളൊക്കെ അവൈലബിൾ ആണ്. പെർഫ്യൂംസ് ഉണ്ട്. ഇത് കണ്ടോ, സോപ്പാണ്. फर्क क्या है? दोनों भी एक्टिव करेंगे, वो डिजिटल है, क्या है जो तीन दिन लड़का इंडिया का लेटर ഇത് അതുപോലെ നമ്മുടെ കാറിൻ്റെ ആക്സസറീസ് ആണ് ഇതിനകത്ത് മുഴുവൻ. ഒരുപാട് സ്റ്റിയറിംഗ് കവറുകൾ കാര്യങ്ങളും. ഇതും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഇതിനകത്ത് പോകാം. ഇതിനകത്താണ് ഒരുപാട് ഡ്രസ്സുകളും ബാഗുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇതിനകത്ത് കയറി കാണാം എന്താ ഉള്ളത്. ഇതിനകത്ത് മുഴുവൻ ലേഡീസ് ബാഗുകളും നമ്മുടെ ബാക്ക് ബാഗുകളും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെട്ടികൾ, ട്രോളി എല്ലാം. ലാപ്ടോപ്പ് ബാഗുകൾ, ലാപ്ടോപ്പിൻ്റെ ബാഗുകളുണ്ട്. ഇതിനൊക്കെ കൂടിപ്പോയാൽ 5 KD ഒക്കെയാണ് പ്രൈസ് വരുന്നത്.
ഇതിനകത്തും ഒറിജിനൽ ആണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും നമുക്ക് ബാഗുകൾ കിട്ടും. നോക്കിയെടുത്താൽ മതി. വലിയ പ്രൈസൊന്നും വരുന്നില്ല. 5 KD 4 KD ആ ഒരു പ്രൈസ് റേഞ്ചിന് നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് ബാഗുകൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അതിൻ്റെ സെയിം കോപ്പിയുണ്ട്. യൂസ് ചെയ്യാൻ നമുക്ക് യൂസ് ആൻഡ് ത്രോ എന്ന രീതിയിൽ മേടിക്കാം. ഒരു മിനിമം ഒരു 3 മാസത്തിൽ നമുക്ക് യൂസ് ചെയ്യാം, ഡെയിലി യൂസ് ആണെങ്കിൽ. നോക്കിയെടുക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെയൊക്കെ ലോക്കും അവിടെ ഇവിടെ എല്ലാം പൊട്ടിയതും കീറിയതും ഒക്കെ ആയിരിക്കും. പക്ഷെ നോക്കിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സാധനം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എടുത്ത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അത് കംപ്ലൈൻറ്റ് കീറിപ്പോയി പിന്നെ തിരിച്ചു കൊടുക്കാമെന്ന് എടുക്കത്തൊന്നുമില്ല. നോക്കിയെടുക്കുക. ഇതൊക്കെ നല്ല നല്ല സ്റ്റാൻഡേർഡ് ബാഗാണ്. കൂടിപ്പോയാൽ 5 KD 4 KDക്ക് നമുക്ക് സാധനം കിട്ടും. ഗായ്സ്, ഒരുപാട് ബാഗുകളുണ്ട്. നോക്കിയെടുക്കുക. പിന്നെ ഇവിടെ നമ്മുടെ ചെയിനുകളുടെയൊക്കെ ഒരു ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ്. ഒരുപാട് ചെയിനുകളുണ്ട്. കുട്ടികളുടെയും ലേഡീസിൻ്റെയും ആണ് ഒരുപാട് ഡ്രസ്സുകളുള്ളത് ഈ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ചെരുപ്പുകളുമുണ്ട്. ലേഡീസിൻ്റെ ചെരുപ്പുകൾ ഒരുപാട് ഉണ്ട്. എല്ലാത്തിൻ്റെ പ്രശ്നം സൈസസ് ആണ്. ചിലപ്പോൾ ഒരു പെയറിൻ്റെ ഒരു പീസേ നമുക്ക് കിട്ടത്തുള്ളൂ. മറ്റേ പീസൊക്കെ തപ്പിയെടുക്കണം. നമ്മൾ തന്നെ തപ്പിയെടുക്കണം, അല്ലെങ്കിൽ ഇവർ തപ്പിയെടുത്ത് തരും. അതൊക്കെ ലേഡീസിൻ്റെ ഡ്രസ്സുകളാണ്. ഇപ്പോൾ വിൻ്റർ ടൈമിൽ ഇടാൻ പറ്റിയ രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ആൾക്കാർ കയറി തപ്പിയെടുക്കുന്നതുണ്ട്. അതിനിടയിൽ എല്ലാ ആൾക്കാരുണ്ട്. അവൻ കയറി അവനവന് വേണ്ട സാധനം തപ്പിയെടുക്കുക, അവനോട് പൈസ വയ്ക്കുക, അവൻ പൈസ പറയും. എന്നിട്ട് അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കുക. കുട്ടികൾക്കുള്ള ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. എല്ലാം വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാവുള്ളേ. അതുപോലെ പൊടിക്കകത്ത് കിടക്കുന്ന സാധനങ്ങൾ. പേനകളിരിക്കുന്നുണ്ട്. പേന, അതുപോലെ തന്നെ മോതിരങ്ങൾ, നമ്മുടെ വാച്ച്, ഒരുപാട് സാധനങ്ങൾ ചീപ്പായിട്ട് നമുക്ക് കിട്ടും. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് മാർക്കറ്റിൽ. ഒന്നും പറയാനില്ല, നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ഒരുപാട് ലേഡീസിൻ്റെ ബാഗ് ഉണ്ട് ഇവിടെ. രണ്ട് കേടിയുള്ളൂ ഇതിന്, ഈ ബാഗിന് പറയുന്ന റേറ്റ്.
ഇതിനൊക്കെ 2 KD മാത്രമേ ഇതിന് പ്രൈസ് ഉള്ളൂ. చెప్పినప్పుడు కింద కూడా అడుగు దానికి ఒక కవర్ ఉంటా దాని కొద్దిగా చెప్పాలి మీరు సరేనా ఇక్కడే ఉండండి అది ఏదాకా సరే രണ്ട് KD മാത്രമേ ഉള്ളൂ ബാഗിന് അവിടെ വില വേണ്ടുള്ളൂ. ചിലയിടത്ത് അവിടെ ചെല്ലുമ്പോൾ 3 KD, ഇപ്പുറത്ത് 5 KD. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് മാത്രം മേടിക്കില്ല. നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു സ്ഥലത്ത് മേടിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് റൗണ്ട് അടിച്ച് പലയിടത്തും ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ബാഗുകളാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഒറ്റയടിക്ക് ഒരു കടയിൽ മേടിക്കാൻ ശ്രമിക്കില്ല. നിങ്ങളത് 2-3 കടയിൽ ചോദിച്ചതിന് ശേഷം മാത്രം മേടിക്കാവുള്ളൂ. കാരണം പലയിടത്തും പല റേറ്റാണ്. അപ്പോൾ ശരി, നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ സോഫ, അലമാരി, അങ്ങനെ ഉള്ള വീട്ടു സാധനങ്ങളുടെ ഒരു ഏരിയ ആണ്. ഫുള്ള് നമുക്ക് ടേബിളുകൾ, സോഫ, നമ്മുടെ ബെഡ്, അങ്ങനെ ഫർണിച്ചറുകളെല്ലാം കിട്ടുന്നൊരു സ്ഥലമാണ് ഇതിന്. ഇതൊക്കെ പുതിയത് അവർ ഉണ്ടാക്കിയിട്ട് പ്ലാസ്റ്റിക്കൊക്കെ പൊതിഞ്ഞ് ഇട്ടിരിക്കുന്നതാണ് നീറ്റായിട്ട്. നമ്മുടെ ഓഫീസ് ചെയർ, പിന്നെ ഓഫീസിനൊക്കെ പുറത്ത് ഇരിക്കാൻ വേണ്ടി കൊടുക്കുന്ന അത്രയും കസാരകൾ, ഓഫീസ് ടേബിളൊക്കെ ഉണ്ട്. അടിപൊളി ഓഫീസ് ടേബിളൊക്കെ, അലമാരകൾ, ലോക്കർ നല്ല അടിപൊളി ഓഫീസ് ലോക്കറും കാര്യങ്ങളൊക്കെ. ഇവർ തന്നെ ഇവിടുന്ന് എടുത്ത് ഡെലിവറിയും ചെയ്തു തരും. അതിന് നമ്മൾ എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഇതിനകത്ത് ചില ഫർണിച്ചറുകൾ സെക്കൻഡ് ഹാൻഡ് വരുന്നുണ്ട്. അത് ഇവന്മാർ എടുത്ത് റിപ്പയർ ചെയ്തിട്ട് പോളിഷൊക്കെ അടിച്ച് വിൽക്കും. ചിലത് പുതിയതുമുണ്ട്. നമ്മുടെ ബെഡ്, ഈ സൈഡിൽ മൊത്തം ബെഡുകളൊക്കെയാണ്. ഡബിൾ കോട്ട്, സിംഗിൾ കോട്ട്, ഫാമിലി കോട്ട് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാട്രസ് നമുക്ക് കിട്ടും. നമ്മുടെ ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ നല്ല ഇതൊക്കെ പുതിയ സാധനങ്ങളാണ്. പക്ഷെ എന്നാലും അത്ര ബലമൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ.
അങ്ങനെ നമ്മുടെ ഫർണിച്ചറിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് പിന്നെ അടുത്തൊരു സെക്ഷനുണ്ട്. ഇതിനകത്തും ഇതൊക്കെ തന്നെയാണ്, ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ്. ലാപ്ടോപ്പ് വരെ ഇരിപ്പുണ്ട്. തോഷിബാടെ ഡെല്ലിൻ്റെ ലാപ്ടോപ്പ്, പ്ലഗുകൾ, 3 റൗട്ടറുകൾ, ഏത് റൗട്ടർ ആണെങ്കിലും ഇതൊക്കെ അൺലോക്ക് ചെയ്തതും ചെയ്യാത്തതും ഒക്കെ ആയിട്ട് മിക്സ് ആയിരിക്കും. അതൊക്കെ നോക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. ഒന്നുമില്ല, എല്ലാം അടിച്ചു പോയാൽ. നമ്മുടെ പഴയ ഫോണൊക്കെ ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ വെച്ചേക്കുന്നത് എനിക്കത് നമ്മ കളയാൻ മടിയായിട്ട് അങ്ങ് എടുത്ത് വെച്ചേക്കുന്നതെന്ന്. ആരെങ്കിലും മേടിക്കട്ടെ എന്നത് ഇതല്ല. ആ ലാപ്ടോപ്പൊന്നും ഒന്നും വർക്ക് ചെയ്തൊന്നുമില്ല, അത് ചുമ്മാ. നമ്മുടെ അയൺ ബോർഡും പേപ്പർ കാർഡുകളും എല്ലാം കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ സാധനത്തിൻ്റെ പിന്നെ അതായത് കണക്ടർ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടോ കേടായിട്ടോ ഉണ്ടെങ്കിൽ പുതിയത് മേടിക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത അവസരം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് തപ്പിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ചാർജർ ആണെങ്കിലും അഡാപ്റ്റർ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഏത് ലാപ്ടോപ്പിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെ വലിച്ച് വാരി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എക്സ്റ്റൻഷൻ കോഡും എല്ലാം ഒരുപാടുണ്ട്. ഇതിനകത്ത് കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയൊരു പാട്. സാധനം കിട്ടും. അത് ഫോണിൻ്റെ ചാർജറുകൾ എടുക്കാം, ഐഫോണിൻ്റെ ചാർജറുകൾ. ഒരുമാതിരി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇവരുടെ അടുത്ത് ഇമാര് വെക്കും. എന്തിനു കൊള്ളാത്തതൊക്കെ ഇമാരെടുത്ത് ഫ്രണ്ടിലോട്ട് ഇടും. അല്ല ഏതെങ്കിലും അടിച്ചുകൊണ്ട് പോയാൽ തന്നെ അവന്മാർക്ക് കുഴപ്പമില്ല. കറിമാരൊക്കെ ഇത് ഒരു റൗണ്ട് ചെക്ക് ചെയ്തിട്ട് നല്ല ചാർക്കിന് വേണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അമ്മമാർ അതെടുത്ത് നല്ലതെടുത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്ത് തരും. പിന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് നോക്കാതെ എടുത്തുകൊണ്ട് പോകുന്നതിനാണെങ്കിൽ ആ പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയും കൊണ്ടുപോകും. എന്താ ഹെയർ ഡ്രയർ, സ്ട്രെയിറ്റ്നർ, ജോയ്സ്റ്റിക്ക്, ഗെയിം കളിക്കാനുള്ളത്, പവർ ബാങ്കിൻ്റെ കളിയാണ്, കാൽക്കുലേറ്റർ, നമ്മുടെ ഹോം തിയേറ്റർ, എന്തോ വേണ്ടേ എല്ലാ സാധനങ്ങളും കളിച്ച് വാരി ഇട്ടിട്ടുണ്ട്. ചാർജറുകളുണ്ട് ഇഷ്ടംപോലെ. ഈ വയറുകൾ കാരണം ഒരു റേഡിയോ ഒക്കെ ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കണക്ട് ചെയ്തെടുക്കാനുണ്ട്. ഇത് നമ്മുടെ പ്ലംബിങ്ങിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ ആവശ്യമായിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരാം. വലിയ വലിയ മോട്ടറുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ വലിയ വലിയ കൺസ്ട്രക്ഷൻ്റെ ഉപയോഗിക്കുന്ന ഈ ചെയിനും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മെഷീനറീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ സൈഡിലോട്ട് ഉള്ളത്. പിന്നെ ഇതിനകത്ത് കണ്ടോ ഒരുപാട് ഐറ്റങ്ങൾ അവൈലബിൾ ആണ്.
പക്ഷെ എല്ലാം ഡാമേജ് ആണ്. നല്ല സാധനം കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെ നിന്ന് നോക്കി എടുത്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത്രയൊക്കെ ഉണ്ട് നമ്മുടെ മറ്റേ ടോയ് കാർ, മറ്റേ എന്താ പറയുക, വണ്ടിലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ റേസിങ്ങിന് നമ്മൾ ഓടിക്കത്തില്ല, പെട്രോൾ ഒഴിച്ച് ഓടിക്കുന്ന സാധനം, അതൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ റിപ്പയർ ആണെങ്കിലും ഇവന്മാർ ചെറിയ രീതിയിലൊക്കെ അതിൻ്റെ റിപ്പയറും ചെയ്യുന്നതാണ്. ഇത് ടോയ്സിൻ്റെ സെക്ഷനാണ്. റിമോട്ട് കാറുകളും ഇതിന് ഇതുപോലത്തെ കാറുകളും ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ ബാറ്ററി ഓടുന്ന ബാറ്ററി സ്കൂട്ടറുകളാണ്. പിന്നെ ഇവിടെ മൊത്തം പ്ലേറ്റിൻ്റെ സെക്ഷനാണ്. പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. കപ്പ്, സോസർ എല്ലാം. ഒന്നും പേര് കാണത്തില്ല കേട്ടോ. ചിലതിനൊക്കെ ഭാഗ്യം പോലെ മാത്രം പേര് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അയൺ ബോക്സുകൾ, ഒരുപാട് അയൺ ബോക്സുകളുണ്ട്. അതൊക്കെ നല്ല ചീപ്പ് പ്രൈസിന് നമുക്ക് കിട്ടും. എവിടെയും പ്രൈസ് ചോദിക്കാത്ത കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചോദിക്കുന്ന പ്രൈസ് ആയിരിക്കത്തില്ല നിങ്ങൾ വരുമ്പോൾ ഉള്ള പ്രൈസ്. അവർക്ക് ആ സമയത്ത് വായി വരുന്ന പ്രൈസ് അവർ പറയുന്നല്ലാതെ ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ചുള്ള പ്രൈസ്, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കൂടെ നിങ്ങൾ പറയുക. ഒരുപാട് പവർ ബാങ്കുകളുണ്ട്. ഇതൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ള ഒരു ടെൻഷൻ പ്രശ്നമുള്ളതുകൊണ്ടാണ്. നമ്മുടെ ചെറിയ ബൈക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ മറ്റേ പെട്രോൾ ഒഴിച്ചിട്ട് ഓടുന്ന സാധനങ്ങളാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് കിടക്കുന്നതാണ് ഇലക്ട്രോണിക് സാധനങ്ങൾ, മൈക്ക്. എന്തൊക്കെയാണ് കിടക്കുന്നത് സത്യം പറഞ്ഞാൽ, എന്തൊക്കെയാണ് കിടക്കുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അതുപോലെ എന്തൊക്കെയോ കിടപ്പുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഗോൾഫ് കളിക്കാനുള്ള ഗോൾഫിൻ്റെ ബോള്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിക്ക്, ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കണ്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കളിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മേടിച്ച് ഷോയ്ക്ക് വെക്കാൻ നല്ല അടിപൊളി സാധനമാണ്. അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ടൂളായിട്ട് ഉപയോഗിക്കാം. ഇവിടെ കൂടുതൽ സ്പോർട്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിനുള്ള ഗ്ലൗസ്, ബോളുകളാണെങ്കിലും അങ്ങനെ കുറേ സാധനങ്ങൾ അവൈലബിൾ ആണ് ഇതിനകത്തൊക്കെ. അഡാപ്റ്ററുകൾ കണ്ടോ, നിങ്ങളുടെ ഏതെങ്കിലും ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്ററുകൾ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് കിട്ടാത്ത അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വന്ന് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡാപ്റ്റർ നിങ്ങൾക്ക് കിട്ടും. ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയുടെ അഡാപ്റ്റർ ഇതിനകത്തുണ്ട്. നന്നായിട്ട് നോക്കിയിട്ട് എടുത്താൽ, ചാർജർ, അഡാപ്റ്റർ, എന്ത് സാധനമാണെങ്കിലും നോക്കി എടുത്താൽ ഒരു കുഴപ്പമില്ല. ഇതും ഫുള്ള് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് പാത്രങ്ങളാണ് കേട്ടോ.
റൗട്ടറുകളും മറ്റേ ചെറിയ ഫോണുകളൊക്കെ കിടക്കുന്നതാണ്. എന്ത് മറ്റേ മുട്ടായി പെറുക്കിന് മുട്ടായി ഇട്ടേക്കുന്നവരാണ് ചെറിയ മറ്റേ നമ്മുടെ പഴയ ഫോണുകളും റൗട്ടറുകളും ഒക്കെ കിടക്കുന്നത്. ഹലോ, ഇത് നമുക്ക് പിള്ളേർക്ക് പറ്റുന്ന ബാറ്ററി വെച്ചുള്ള സാധനങ്ങളുമൊക്കെ അതൊക്കെ വർക്കിംഗ് ആണ്. പക്ഷെ എത്ര നാൾ വർക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് വീട്ടിനകത്ത് ഇടാൻ പറ്റിയ നല്ല ലൈറ്റുകൾ ഒരുപാട് ഉണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരുപാട് ലൈറ്റുകളുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോസ്, ഇതൊന്നും വലിയ കുഴപ്പമില്ലാത്ത നല്ല ലുക്കുള്ളൊരു സാധനങ്ങളൊക്കെയാണ് ഇത്. ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹീറ്ററുകൾ, കെറ്റിൽ, ഇലക്ട്രിക് സ്റ്റൗവ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് ഈ സൈഡ്. നമ്മൾ മിക്സിയൊക്കെ ഉണ്ട്, ഒരുപാട് കാറ്റഗറി ഓഫ് മിക്സിയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ജാറുകളൊക്കെ കിട്ടുന്ന കാര്യത്തിലേ ഉള്ളൂ സംശയം, പക്ഷേ കാണും, എന്നാലും നോക്കി എടുക്കണം. പിന്നെ നമ്മുടെ വാക്യൂം ക്ലീനർ, ഒരുപാട് വലുത് തൊട്ട് ചെറുത് വരെ വാക്യൂം ക്ലീനറുകളൊക്കെ ഇതിനകത്തുണ്ട്. നമ്മുടെ വെള്ളത്തിനുള്ള ഇതുമൊക്കെ. മോട്ടറുകൾ വെച്ചേക്കുന്നുണ്ട്. ഇത് മൊത്തം വാക്യൂം ക്ലീനറുകളാണ്. പിന്നെ വീൽ ചെയറുകളൊക്കെ ഉണ്ട്. പിന്നെ ആ ഭാഗത്തോട്ട് പോയാൽ മൊത്തം ഹീറ്ററുകളാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തണുപ്പാകുമ്പോഴത്തേന് വിൻ്റർ ടൈമിൽ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഹീറ്റർ. ഇത് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഇഷ്ടം പോലെയാണ് പല സാധനങ്ങൾ. എന്താ പറയുക, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് കിട്ടും. ഈ ഭാഗത്ത് കുറച്ച് പ്ലാസ്റ്റിക് ചെടികളൊക്കെ ഒരുപാടാണ്. അതുപോലെ ഒരുപാട് പ്ലാസ്റ്റിക് ചെടികളൊക്കെ. ഇതുണ്ടോ ചെറിയ വാട്ടർ ഫൗണ്ടൻ പോലെ നമുക്ക് വീടിനകത്തൊക്കെ വെക്കുന്ന പറ്റിയ സാധനങ്ങൾ. ചില ഹോട്ടലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
ഇത് മൊത്തം കുട്ടികൾക്കുള്ള ടോയ് സെക്ഷനാണ് ഇതിനകത്ത്. ഇതെല്ലാം കുറച്ച് പുതിയ ടോയ്സൊക്കെയാണ് കേട്ടോ. നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് നല്ല നല്ല പ്ലാസ്റ്റിക് പൂക്കളുകളൊക്കെ നമ്മുടെ ഗാർഡനിൽ വെക്കാനാണെങ്കിൽ നല്ല ഒറിജിനൽ ചെടി നിൽക്കുന്ന പോലുണ്ട്. അതിൻ്റെ വിത്ത് സ്റ്റാൻഡ് ഇതൊക്കെ നമ്മൾ അവിടെ നിന്നോളും. ഇത് ഒറ്റ സെക്ഷനിൽ മാത്രമല്ല നമ്മുടെ ഈ സെറ്റിയും കാര്യങ്ങളൊക്കെ പല സെക്ഷനകത്തുണ്ട്. ഇപ്പോൾ ബാക്കിലോട്ട് കുറച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയും കുറച്ച് ഒരുപാട് പുതിയ മോഡൽ ഐറ്റംസൊക്കെ പുതിയ ഐറ്റംസൊക്കെ ഒരുപാട് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം പോയി നിങ്ങൾ അവിടെ കണ്ട് മേടിക്കുന്നതിന് മുമ്പ് ഇത് മുഴുവനായിട്ടൊന്ന് കണ്ടിട്ട് മാത്രമേ പോയി സാധനങ്ങളൊക്കെ മേടിക്കാവുള്ളൂ. കാരണം പലയിടത്തും പല വിലയിൽ പല ക്വാളിറ്റിയിൽ നമുക്ക് സാധനം കിട്ടുന്നത്. ഈ കുവൈറ്റികളൊക്കെ ആണെങ്കിൽ വർഷത്തിലൊക്കെ ഇവരകത്തെ ഫർണിച്ചറുകൾ മൊത്തം മാറ്റും. ഇപ്പോൾ അവരിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് മേടിച്ച് യൂസ് ചെയ്യും. ഇപ്പോൾ അവരുടെ പുറത്താണെങ്കിലും ഈ അവരുടെ വീടിൻ്റെ പുറത്തൊക്കെ അവർക്ക് എക്സ്ട്രാ ഈ ശീശ വലിക്കാനൊക്കെ ഒരുപാട് സ്പേസൊക്കെ അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർ ഇതുപോലത്തെ സാധനങ്ങൾ മേടിച്ചിട്ടിട്ട് വർഷം കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് മേടിച്ചുകൊണ്ട് വരും. അതൊക്കെ ഇവിടെ നിന്നാണ് കൂടുതലും പോകുന്നത്. കാരണം ഇതൊക്കെ ജസ്റ്റ് യൂസ് ചെയ്യാന്നേ ഉള്ളൂ. പറ്റുന്നത്ര യൂസ് ചെയ്യുക, കളയുക, പുതിയത് മേടിക്കുക. പിന്നെ നമ്മുടെ തറയിലിടുന്ന മാറ്റുകളൊക്കെ ഉണ്ട് ഗായ്സ്. പിന്നെ ഇത് വേണം, നമ്മുടെ ഒരുപാട് ബോയ്സിന് പറ്റിയ ജാക്കറ്റുകൾ ഒരുപാട് ഉണ്ട്. അതുപോലെ തന്നെ പാൻസ്, വിൻ്ററിന് ഇടാൻ പറ്റിയ ഒരുപാട് ഡ്രസ്സുകളൊക്കെ അവൈലബിൾ. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി സാധനങ്ങളൊക്കെ തന്നെയാണ്. അകത്തോട്ടൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒരുപാട് അത്ര ഒറിജിനലൊന്നും അല്ല, പക്ഷേ എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള വലിയ കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെയാണ്. ഇനി അടുത്ത സെക്ഷൻ ഇതാണ്. നമ്മുടെ ഫ്ലോറിൽ ഇരിക്കുന്ന പുല്ലിൻ്റെ മാറ്റുകളൊക്കെ ഇത് ഗാർഡനിലൊക്കെ വിരിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ്. ഇത് വേണ്ട, നല്ല അടിപൊളി പുല്ല് പോലെ തോന്നിപ്പിക്കുന്ന അത് അടിപൊളിയാണ്. നമ്മൾ ഇതൊക്കെയാണ് ഗാർഡനിൽ ഇപ്പോൾ ഒരുപാട് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഒന്നും പോകത്തില്ല, ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ചെയ്തോളൂ. നല്ല സാധനമൊക്കെയാണ്. ഒരുപാട് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ സാധനം. അതുപോലെ തന്നെ കണ്ടോ, വാളിൽ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ആണ്. ഇതുണ്ട്, നമുക്ക് വീടിനകത്തൊട്ടിക്കുന്ന ഫ്ലോർ മാറ്റുകൾ. ഇതെല്ലാം ഫ്ലോർ മാറ്റുകളാണ്. വീടിനകത്തൊട്ടിക്കാൻ റൂമിനകത്തൊട്ടിക്കുന്ന ഫ്ലോർ മാറ്റുകളാണ്. പല കളറിൽ പല ഡിസൈനിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതും അവൈലബിൾ ആണ്, ഫ്ലോറിൽ ഒട്ടിക്കുന്ന ഫ്ലോർ മാറ്റ്. ഇതുപോലത്തെ സാധനം ഒട്ടിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ പൊടിയെല്ലാം കയറി ഇരിക്കും. നമുക്ക് എപ്പോഴും വാക്യൂം ചെയ്താലേ മാത്രമേ ഇത് ക്ലീനായിട്ടിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പല ഡിസൈനിൽ ഉണ്ട് സാധനം.
കുവൈറ്റികളൊക്കെ നിന്ന് വില പേശിക്കൊണ്ടിരിക്കുക. വില പേശിയാൽ മാത്രമേ മേടിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിനുള്ള എല്ലാ സെറ്റപ്പുകളും ഇവിടെ ഉണ്ടുണ്ട്. ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് നോക്കിയിട്ട് അവരതിൻ്റെ സാധനം എടുത്തു തരും. ഇങ്ങനെ പീസായിട്ടും കിട്ടും കേട്ടോ. നമുക്ക് ഓരോ പീസ് പല ഓരോ കളറിൽ നമുക്കിങ്ങനെ ചെസ് ബോർഡ് പോലെ ഒട്ടിക്കാനായിട്ട് പല പീസായിട്ട് ഇങ്ങനെ പല കളറിൽ നമുക്ക് വെക്കാനും കിട്ടും. ഓരോ റൂമിലൊക്കെ ആണെങ്കിൽ ചെറിയ സ്പേസിലൊക്കെ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഇതൊക്കെ ഓരോരുത്തർ മേടിച്ചിട്ട് വണ്ടിയെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇവന്ന് അങ്ങ് കൊണ്ട് അവരെല്ലാം കൂടെ ലോറിയിലോട്ട് കയറ്റും. ഇപ്പോൾ കുവൈറ്റികൾ വന്നാൽ ഒരു ലോറിയൊക്കെ മേടിച്ചുകൊണ്ട് പോകും. ഇനിയാണ് നമ്മുടെ മാട്രസുകൾ വരുന്നത്. ഇതൊക്കെ നമ്മുടെ മാട്രസുകളാണ്. വലിയ കുഴപ്പമില്ലാത്ത മാട്രസുകളാണ്, പക്ഷെ എന്നാലും നോക്കിയെടുക്കണം. കാരണം കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടുവേന ഒക്കെ എടുക്കാൻ സാധ്യതയുള്ള, ഇതിൻ്റെ അകത്തൊക്കെ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. മാട്രസൊക്കെ നോക്കിയെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ബെഡിനൊക്കെ നോക്കിയെടുക്കണം. അതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മെഡിക്കൽ ബെഡിനൊക്കെ 10 KD പറയുന്നു. നോർമൽ അല്ലാത്തതിന് 15 KD ബെഡുണ്ട്, 7 KD ബെഡുണ്ട്. അങ്ങനെ ഇതുണ്ട് ബ്ലാങ്കറ്റുകൾ, നല്ല ലൂസായിട്ടുള്ള ബ്ലാങ്കറ്റുകൾ മാത്രമായിട്ട് ഒക്കെ ഇതിനകത്ത് കിടക്കുന്നു. അത് നല്ല ബ്ലാങ്കറ്റുകളൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് ബെഡും ബ്ലാങ്കറ്റിൻ്റെയും പില്ലോടെയും സെക്ഷനാണ് ഈ സൈഡിലോട്ട്. ഇഷ്ടംപോലെ ബെഡുകളുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തു നിന്ന് തന്നെ നിങ്ങൾ പ്രൈസ് ചോദിച്ചിട്ട് നിൽക്കരുത്. വേറെ 2 പേരോടും ചോദിച്ചിട്ടൊക്കെ മേടിക്കാമല്ലോ. കാരണം പലയിടത്തും പല റേറ്റിനും, എവിടെയെങ്കിലും ഒരു ദിനാറായാലും നിങ്ങൾക്ക് കുറഞ്ഞ് എന്തായാലും കിട്ടും. പിന്നെ ബ്ലാങ്കറ്റുകൾ, ഇഷ്ടംപോലെ ബ്ലാങ്കറ്റുകൾ ഉണ്ട്. ഈ ബെഡൊക്കെ ഇവനിങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് പോകണമെങ്കിൽ അത് ജസ്റ്റ് അതിനകത്ത് സ്പോഞ്ച് മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നുമില്ല. ഇങ്ങനത്തെ ബെഡൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചള്ളിപ്പോവും. വില കുറവായിരിക്കും, പക്ഷേ ഒന്നിനും കൊള്ളാത്ത ബെഡുകളാണ് അതൊക്കെ. അതേപോലെ തന്നെ നമുക്കൊരുപാട് നമ്മുടെ ബെഡ്ഷീറ്റുകൾ പല സൈസിലും ഒരുപാട് ബെഡ്ഷീറ്റുകളും ഉണ്ട് കേട്ടോ. അതും കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഇതേ അടുത്തതിനകത്ത് വീണ്ടും ഇതേ അടുത്ത ജാക്കറ്റുകൾ, ഒരുപാട് വിൻ്റർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റിയ ജാക്കറ്റുകൾ ഇഷ്ടംപോലെ ലെതറും ഉണ്ട്, സാധാരണ ജാക്കറ്റുകളെല്ലാം അവൈലബിളാണ്. പിള്ളേരുടെ ഡ്രസ്സുകളും അവരുടെ ക്യാപ്പും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ മൊത്തം ജാക്കറ്റുകളാണ്, ഇഷ്ടംപോലെ ജാക്കറ്റുകൾ. ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും എല്ലാം ഇഷ്ടം പോലെ ഈ സൈഡിലുണ്ട്. കണ്ടോ, ഫുൾ സെറ്റ് ഉണ്ട് മൊത്തം. ഇതിനകത്ത് കൂടുതൽ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് കൂടുതൽ അബായ ഡ്രസ്സുകളൊക്കെയാണ്. ഇത്
ടോട്ടലി ഒരു ലേഡീസിൻ്റെ സെക്ഷനാണ്. ഇത് മൊത്തം അബായ ഡ്രസ്സുകളാണ്. ഇതിനകത്ത് വരുമ്പോഴും ഈ സൈഡിൽ ഒരുപാട് ഇലക്ട്രോണിക്കിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ മൊബൈൽ കവറാണെങ്കിലും നമ്മുടെ ഒരുപാട് സ്റ്റാൻഡുകളും അപ്പോൾ ഈ സ്ഥലത്തോട്ട് കയറുമ്പോഴും ഇവിടെയും ഇതിനകത്ത് ഒരുപാട് മൊബൈൽ ആക്സസറീസ്, ഇലക്ട്രോണിക്സ് ആക്സസറീസ് എല്ലാം കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വയലറ്റുകൾ, കണ്ണാടി, സൺഗ്ലാസസ്, ഒരുപാട് സാധനങ്ങൾ. ഇപ്പോൾ സൺഗ്ലാസസൊക്കെ നേരത്തെ ഇത് കൂടുതൽ സൺഗ്ലാസസൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ വിൻ്റർ തുടങ്ങിയേക്കുന്നതുകൊണ്ട് ഒരുപാട് അവരെടുത്ത് മാറ്റും. ഈ സമയത്ത് അധികം സെയിലാവില്ല. ഇതിനകത്ത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇമാർ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒറിജിനലൊക്കെ. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെടുത്ത് തരും. നിങ്ങൾ ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രൈസിന് കിട്ടും. ഒറിജിനൽസാണ്. യൂസ്ഡ് വണ്ണൊക്കെ ഒറിജിനൽ കിട്ടും. മൊബൈലിൻ്റെ എന്നാ അക്സസറീസ് വേണമെങ്കിലും ഇഷ്ടം പോലെ. ഇത് ഫുള്ള് മൊബൈൽ കവറുകളൊക്കെയാണ് ഇതിനകത്ത്. ഈ സൈഡിൽ ഫുള്ള് മൊബൈൽ കവറുകളും അതേപോലെ തന്നെ ടാബിൻ്റെ കവറും ഒക്കെ അവൈലബിൾ ആണ്. ചില ടാബിൻ്റെ കവറൊന്നും നമുക്ക് ചില സ്റ്റോറുകളിൽ ചെന്നാൽ കിട്ടത്തില്ല. കാരണം അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കായി പോയ സാധനമായതുകൊണ്ട്, സെയിൽ ഔട്ടായ സാധനമായതുകൊണ്ട്, ചിലതിൻ്റെ ഒന്നും മോഡൽ ഔട്ടായി പോയതുകൊണ്ട് ചിലതിൻ്റെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഇവിടെ വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതും കിട്ടാൻ സാധ്യത. ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള വാച്ചുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. വിത്ത് കവർ ബോക്സിനകത്താകുമ്പോഴത്തേനും നല്ലതായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി വാച്ചുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ക്യാപ്പുകൾ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡിൽ ഫുള്ള് നല്ല ക്യാപ്പുകൾ ഒരുപാട് ഇരിപ്പുണ്ട്. പേന കണ്ടോ? ഈ സൈഡിൽ ഫുള്ള് വാച്ചുകളാണ്. വാച്ചുകളുടെ കളിയാണ് ഇതിനകത്ത്. ഏത് പ്രായക്കാർക്കും പറ്റിയ എല്ലാ വാച്ചുകളും ഉണ്ട്. അതേപോലെ തന്നെ ബ്രേസ്ലെറ്റുകളൊക്കെ അവൈലബിൾ ആണ്. പെർഫ്യൂമുകൾ ഇരിക്കുന്നതാണ്. ഇഷ്ടം പോലെ പെർഫ്യൂമുകളാണ്. അത്തറുകളുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്താ ഇല്ലാത്ത എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ ഇഷ്ടം പോലെ സാധനം. ഇപ്പോൾ സൺഗ്ലാസ് തിരിക്കുന്ന ഇതൊക്കെ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റുകളാണ് കേട്ടോ. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെയാണ്. അത്രയ്ക്ക് പ്രൈസേ വരുന്നുള്ളൂ.
സമയമെടുത്ത് നോക്കി മേടിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നല്ലതായിട്ട് കുറേ ഐറ്റങ്ങൾ മേടിക്കാൻ പറ്റിയൊരു മാർക്കറ്റാണ് നമ്മുടെ ഈ ഫ്രൈഡേ മാർക്കറ്റ്. പക്ഷേ നിങ്ങൾ ക്ഷമയോടെ നടന്ന് എല്ലായിടവും കണ്ട് കയറി ഇറങ്ങി മേടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ധൃതി പിടിച്ച് വന്നാൽ ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. ക്ഷമയോടെ വന്ന് നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ട മേടിക്കുക. അതൊക്കെ ഏതെടുത്താലും രൂപ ദിനാർ എന്നാണ് പറയുന്നത്. രൂപ ദിനാർ അല്ലെങ്കിൽ നൊസ് ദിനാർ. ആ സൈഡിലോട്ടെല്ലാം ഹാഫ് KD, ഈ സൈഡിലോട്ടെല്ലാം രൂപ ദിനാർ. മോതിരമൊക്കെ ഒരുപാട്. ഇത് മൊത്തം ഡ്രസ്സുകളാണ് കേട്ടോ. ഇതിനകത്ത് നല്ല ജാക്കറ്റുകളും പിള്ളേർക്കുള്ളതും വലിയവർക്കുള്ളതും എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഗായ്സ്, ഇത് ഇന്നുകൊണ്ട് കണ്ടു തീരുമെന്ന് തോന്നുന്നില്ല. ഇഷ്ടം പോലെയാണ്. കാണാൻ നോക്കി നിന്നാൽ ഇതുപോലെ നോക്കി നടന്ന് വരണം. ഇത് കണ്ടോ, ഇവിടെ ഒരുപാട് ഡ്രസ്സുകൾ, നൈക്ക്, എയർ, അഡിഡാസ് എല്ലാത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ കിട്ടുന്നതാണ്. പക്ഷേ അതിനും കുഴപ്പമില്ല കേട്ടോ, നല്ല വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി. പക്ഷേ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇടാവുള്ളേ. എല്ലാത്തിനും പൊടി അടിച്ചിട്ടേ ഒരു രക്ഷയില്ല. പിന്നെ അടുത്ത ഭാഗത്ത് വരുമ്പോൾ പിന്നെയും ഇതേപോലെ തന്നെ ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ, നമ്മുടെ ക്ലോക്കുകൾ, പല വെറൈറ്റിയുള്ള ക്ലോക്കുകൾ, ഗ്യാസ് സ്റ്റൗവ്, ഇലക്ട്രിക് സ്റ്റൗവ്, ലൈറ്റുകൾ, ഇഷ്ടം പോലെ. കാറൊക്കെ വഴി കൊണ്ട് വെച്ച് ചവിട്ടി തെറിപ്പിക്കുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് ഡ്രസ്സുകൾ, ജാക്കറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി ജാക്കറ്റുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി തോന്നിക്കുന്ന നല്ല ജാക്കറ്റുകളൊക്കെ ഉണ്ട്. സൈസ് നോക്കി മേടിക്കണം, കുറച്ച് സമയമെടുത്ത്. സൈസുകളാണ് എപ്പോഴും ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. കാരണം ഇതൊക്കെ വിറ്റ് പോകുന്നതും പിന്നെ അതൊക്കെ ഒരു പീസൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ സൈസ് നോക്കി എടുക്കണം. ഇതൊക്കെ ഉണ്ടോ, അതെല്ലാം ഡ്രസ്സുകൾ ഇഷ്ടം പോലെയാണ്. വിത്ത് പാൻറ്റും ഷർട്ടും കൂടെ ഒന്നിച്ചാണ് ഇതെല്ലാം കിടക്കുന്നത്. ഏത് കമ്പനിയുടെ വേണം എല്ലാം ഉണ്ട്. ഓ, ഒന്നും പറയാനില്ല കേട്ടോ. ഇത് ഇഷ്ടം പോലെ ഐറ്റങ്ങളാണ്. എന്നാ പറയുക, എന്നാ സാധനം വേണമെങ്കിലും നേരെ ഇങ്ങോട്ട് പോരുക, സമയമെടുത്ത് തപ്പി പിടിച്ച് മേടിക്കുക. പെർഫ്യൂമുകളൊക്കെ അടുക്കി വെച്ചേക്കുന്ന കണ്ടോ. ഏത് പെർഫ്യൂം വേണം നേരെ ഇങ്ങോട്ട് പോരുക. ലൈറ്റുകൾ, മൊബൈൽ ആക്സസറീസ് ഇഷ്ടം പോലെ. ഇവിടെ ഇത്രയും കട പോരാഞ്ഞിട്ട് ഒരുത്തൻ സൈക്കിളിനകത്ത് കൊണ്ട് നടന്ന് വിൽക്കുന്നു ഇതിനിടയിൽ കൂടെ. മൊബൈലിൻ്റെ എല്ലാ ആക്സസറീസുകളും, നിങ്ങളുടെ എയർപോർട്ടിന് പറ്റിയ കവറ് ഒക്കെ ഇഷ്ടം പോലെ ഞാനുണ്ട്. വീണ്ടും വാച്ചിൻ്റെ അടുത്തൊരു സെക്ഷൻ. ഇഷ്ടം പോലെ വാച്ചുകൾ.
പിന്നെ ഗായ്സ്, നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ അല്ലെങ്കിൽ പുതിയ സൈക്കിൾ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് സൈക്കിളുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതവർ റിപ്പയറൊക്കെ ചെയ്ത് റണ്ണിങ് കണ്ടീഷനിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നതാണ് ഈ സൈക്കിളുകളൊക്കെ. ഇതിനകത്ത് പുതിയതും ചിലതൊക്കെ ഉണ്ട്, പക്ഷേ കൂടുതലും സെക്കൻഡ് ഹാൻഡാണ് വരുന്നത്. പെയിൻ്റൊക്കെ അടിച്ച് ഒക്കെ ചുമ്മാ വെച്ചിരിക്കുന്നതാണ്. പക്ഷേ എന്നാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട്, അതായത് ചവിട്ടിയൊക്കെ നോക്കിയിട്ട് എടുക്കുക, വില പറഞ്ഞെടുക്കുക. കാരണം ഇതൊക്കെ പുതിയതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ഇതൊക്കെ പുതിയ സൈക്കിളുകളാണ്. അപ്പോൾ നമുക്കത് നല്ല പ്രൈസിന് കിട്ടും. നിങ്ങൾക്ക് ചെറിയ യൂസൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ നല്ലതാണ്. പിള്ളേർക്കുള്ള സൈക്കിൾ ഇഷ്ടം പോലെ കണ്ടു. ഇഷ്ടം പോലെ സൈക്കിളുകളുടെ കാളിയാണ്. നമുക്ക് ഇഷ്ടമുള്ള സൈക്കിളുകൾ ചെന്ന് മേടിച്ചിട്ട് ഇത്തിരി ആയിക്കഴിഞ്ഞാലുള്ള തിരക്കാണ്. ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്കാണ് എല്ലായിടത്തും. ഇതുപോലത്തെ ഓരോ ഇത് എനിക്ക് തോന്നുന്നു ഒരു 10ൽ കൂടുതലുണ്ട് ഇതുപോലത്തെ ഒരു എന്താ പറയുക ഈ ഷീറ്റ് ഇട്ടിരിക്കുന്ന കൂടാരം. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രിയുള്ളൊരു തിരക്കാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും തിരക്ക്. അല്ലാത്ത ദിവസങ്ങളിൽ വ്യാഴം, വെള്ളി, ശനി മാത്രമേ ഉള്ളൂ ഇവിടെ കച്ചവടം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഒരുപാടുണ്ട്. എന്തായാലും കുവൈറ്റിലുള്ളവർ എന്തായാലും വരാത്തവരുണ്ടെങ്കിൽ മറക്കാതെ വരിക. ഷോയ്ക്ക് ലുലുവിൽ വരിക. അതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് നമ്മുടെ ഈ ഫ്രൈഡേ മാർക്കറ്റ് വരുന്നത്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അപ്പോഴായിരിക്കും ഒരുപാട് കടകളിലും എല്ലാം ഓപ്പൺ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കത്തില്ല എന്ന് വെച്ചാൽ ആൾക്കാർ ഈ കച്ചവടക്കാർ കുറവായിരിക്കും. അപ്പോൾ വരുന്നവർ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് വരാൻ ശ്രമിക്കുക. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റ് ഫുള്ള് കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയായി ഏകദേശം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഫ്രൈഡേ മാർക്കറ്റിൽ വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റാണ്. നിങ്ങൾക്ക് ഒരുപാട് ഐറ്റങ്ങൾ കാണാം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അച്ഛനെ അമ്മേനെ ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടും എന്നൊരു രീതിയിൽ വേണം പറയാൻ. കാരണം അതുപോലെ ഇഷ്ടം പോലെയാണ് സാധനങ്ങൾ. കണ്ടാലും പറഞ്ഞാലും തീരാത്ത പോലെ സാധനങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സോ ബൈ.